നമസ്കാരം. MST ബ്ലോക്ക് ചെയിൻ ഇന്ത്യയുടെ ആദ്യത്തെ ലെയർ 1 പബ്ലിക് ബ്ലോക്ക് ചെയിനാണ്. കഴിഞ്ഞ വർഷം 2024 നവംബർ 8 മുതലാണ് ഈ ബ്ലോക്ക് ചെയിൻ പ്രവർത്തിച്ചു വരുന്നത്. ഏതൊരു ബ്ലോക്ക് ചെയിൻ്റെയും തുടക്കം സ്റ്റേജിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് നോഡ് ക്രിയേഷൻ. ആ ഒരു സമയത്ത് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു ബ്ലോക്ക് ചെയിൻ വരുമ്പോൾ അതിൻ്റെ ഒരു നോഡ് വാലിഡേറ്റർ ആവാനുള്ള അവസരം കിട്ടുന്നത് ഇന്ത്യക്കാർക്ക് മാത്രമാണ്. നമ്മുടെ ആധാർ നമ്പറും പാൻ കാർഡും ലിങ്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ OTP വരുന്ന ഫോണും ആക്റ്റീവ് ആണെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരനും ഈ ഒരു നോഡ് വാലിഡേറ്ററായി മാറാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം നമുക്കതിനകത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് കണക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് നോഡ് ഫ്രാക്ഷൻസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഫ്രാക്ഷൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 1000 രൂപ പ്ലസ് GST ആയിരുന്നു. അതിപ്പോൾ എത്തി നിൽക്കുന്നത് ഇൻക്ലൂഡിങ് GST 3000 രൂപ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഒരാൾക്ക് എത്ര ഫ്രാക്ഷൻ വേണമെങ്കിലും ഒരു അക്കൗണ്ടിൽ മേടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റെഫർ ലിങ്ക് വഴി ഒരുപാട് പേരെ അദ്ദേഹത്തിന് റെഫർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഫ്രാക്ഷൻ വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒരു നോഡ് വാലറ്റ് ആവുന്ന വഴി അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാലറ്റ് കണക്ട് ചെയ്യുന്ന വഴി ബ്ലോക്ക് ചെയിനുമായിട്ട് അതിൻ്റെ ഒരു ID ക്രിയേഷനായി ആ ID ആണ് വാലിഡേഷൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു റിവാർഡായിട്ട് ആ IDയിലേക്ക് എല്ലാ ദിവസവും ഈ ബ്ലോക്ക് ചെയിൻ്റെ മദർ കോയിനായ MSTC കോയിൻ കിട്ടുന്നുണ്ടാവും. അപ്പോൾ തുടക്കം സ്റ്റേജിൽ കയറുന്ന വ്യക്തികൾക്ക് അത് 20 കോയിൻ ഉണ്ടായിരുന്നു ഓരോ ദിവസവും. അതുപോലെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഓരോ നോഡ് കഴിയുമ്പോഴും എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് 9ാമത്തെ നോഡാണ്. ഇപ്പോൾ കിട്ടുന്നത് ഏകദേശം 9 കോയിനാണ് ഇപ്പോൾ ഒരു ദിവസം ഒരു ഫ്രാക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഒരാൾ 10 ഫ്രാക്ഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 90 കോയിൻസ് അദ്ദേഹത്തിന് ഒരു ദിവസം സ്വന്തമാക്കാൻ സാധിക്കും. ഈ രീതിയിൽ അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് നോഡ് ഫ്രാക്ഷൻസും സെയിലാവും. അപ്പോൾ ഓരോ നോഡിൻ്റെയും റേറ്റ് കയറുന്നതനുസരിച്ച്, അതായത് ഓരോ നോഡ് കഴിയുന്നതനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും ഗ്രാജ്വലി ഇതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2ാമത്തെ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ 8, 9, 10 അങ്ങനെ വരുന്ന കുറച്ച് നോഡുകളുടെ ആ ഒരു 7 നോഡുകളുടെ എണ്ണമാണ് ഈ പറയുന്ന പ്രൈസ് റേഞ്ച് ഒരു 3000 രൂപ മുതൽ 11,000 രൂപ വരെയാണ് ആ ഒരു സ്റ്റേജിൽ വരിക. അതിനുശേഷം വരുന്നത് 3ാമത്തെ സ്റ്റേജിൽ 11,000 മുതൽ 20,000 രൂപ വരെയാണ് ഒരു നോഡിൻ്റെ ഒരു ഫ്രാക്ഷൻ്റെ വില വരുന്നത് പ്ലസ് GST. നമ്മളിത് 18% GST കൊടുത്തിട്ടാണ് നമ്മളിത് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുഡ്സ് ആൻഡ് സർവീസിൽ വരുന്ന ഒരു ബൈയിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോഡ് വാലിഡേറ്റർ ആവുന്നത് വഴി ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ നമ്മൾ ജീവിതകാലം നമ്മൾ ആ ബ്ലോക്ക് ചെയിൻ്റെ ഒരു വരുമാനത്തിന് അർഹനാവുന്നു. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിനകത്ത് നമുക്ക് കിട്ടുന്ന റിവാർഡ് 20 വർഷത്തേക്കാണ്. ഓൾറെഡി ഒരു വർഷം പൂർത്തിയായതുകൊണ്ട് തന്നെ 19 വർഷത്തേക്ക് നമുക്ക് ഈ ബ്ലോക്ക് ചെയിൻ്റെ മദർ കോയിൻ റിവാർഡായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് 1ാമത്തെ ഇൻകം. 2ാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്ക് ചെയിനകത്ത് ഇപ്പോൾ ഏകദേശം 800-ന് മുകളിൽ പ്രോജക്ട്സുകൾ ടെസ്റ്റ് റണ്ണിലുണ്ട്. ഈ ഓരോ പ്രോജക്ട്സ് അടുത്ത വരുന്ന മാസങ്ങളിലായിട്ട് ലൈവായി വരികയും അതുപോലെ അതിൽ ജനറേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഫീസ്, ഗ്യാസ് ഫീസ്, ട്രേഡിംഗ് ഫീസ് തുടങ്ങിയവയൊക്കെ ഈ പറയുന്ന MSTC കോയിനായിട്ട് അത് ബ്ലോക്ക് ചെയിൻ ഈ ഓരോ നോഡ് വാലിഡേറ്റേഴ്സിനും തുല്യമായിട്ട് വീതിക്കുന്നുണ്ടാവും. അത് സ്റ്റേക്കിംഗ് റിവാർഡ് എന്ന് പറയും. നമുക്ക് കിട്ടുന്ന ഡെയിലി കിട്ടുന്ന കോയിൻ്റെ നേർപകുതി അവിടെ POSA എന്ന് പറയുന്നൊരു മെക്കാനിസത്തിൽ സ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. അത് നോഡ് ക്രിയേഷൻ കഴിയുന്നത് വരെയാണ് സ്റ്റേക്കിംഗ് ഉണ്ടാവുക. അതിനുശേഷം സ്റ്റേക്കിംഗ് ഉണ്ടാവില്ല. അതെല്ലാം നമുക്ക് തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റേക്കിങ്ങിലുള്ള കോയിൻസും നമുക്ക് ഈ ഒരു നോഡ് ക്രിയേഷൻ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന ട്രാൻസാക്ഷൻ ഫീസിൻ്റെ വിഹിതങ്ങളൊക്കെ കിട്ടുന്നതിന് നമുക്കതാണ് ആ ഒരു ഇൻകമായിട്ട് വരുന്നതായിരിക്കും. കാരണം അതിൽ നിന്ന് എപ്പോൾ വിഡ്രോ ചെയ്തോ അന്ന് മുതൽ ട്രാൻസാക്ഷൻ ഫീസിൻ്റെ വിഹിതം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ആ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു വാലിഡേറ്റർ ആവുന്ന വ്യക്തിക്ക് മാത്രമേ POSA സ്റ്റേക്കിങ്ങിൽ സ്റ്റേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഡിഫോൾട്ട് സ്റ്റേക്കിംഗ് ആണ്. നോഡ് ക്രിയേഷൻ കഴിയുന്നത് വരെയാണ് അങ്ങനെ ഒരു അവസരമുള്ളൂ. കൂടുതൽ ഫ്രാക്ഷൻ വാങ്ങി കൂടുതൽ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ആ ഒരു ഫ്രാക്ഷൻ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയുടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കോയിൻസ് അവിടെ POSA സ്റ്റേക്കിങ്ങിൽ ഉണ്ടാവുക. സോ അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ട്രാൻസാക്ഷൻ ഫീസൊക്കെ കിട്ടുവാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോഡ് ഫ്രാക്ഷൻ കൂടുതൽ വാങ്ങുന്നതാണ് ഏതൊരു വാലിഡേറ്ററെ സംബന്ധിച്ചും ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അദ്ദേഹം അത് അവിടെ എത്ര നാൾ ഹോൾഡ് ചെയ്യുന്നോ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് ആ ഒരു വരുമാനം സ്വന്തമാക്കാൻ സാധിക്കും. ഇതുകൂടാതെ മറ്റൊരു ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനി ഈ പറയുന്ന 5-6 മാസം കൂടിയേ ഉള്ളൂ നമ്മുടെ നോഡ് സെയിൽ. ആ നോഡ് സെയിൽ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്ന പ്രൊമോട്ടേഴ്സിന് കമ്പനി ഒരു ഇൻകം കൊടുക്കുന്നുണ്ട്. അത് ഫ്രാഞ്ചൈസ് മോഡലിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5% മുതൽ 22% വരെ ഇൻകം
ഡയറക്റ്റായിട്ട് നേടാനുള്ളൊരു അവസരം ഇതിൽ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു ഓഡിയോയിൽ പറയുന്നുണ്ടാവും. അപ്പോൾ തൽക്കാലം ഇതാണ് ബേസ് ആയിട്ടുള്ള കാര്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ്. ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ പാർട്ടാവുക, നോഡ് വാലിഡേറ്റർ ആവുക എന്നുള്ളത് വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. അത് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നവർക്കാണ് വലിയൊരു ലോങ് ടൈമിലേക്ക് ഒരു ജീവിതത്തിൽ വലിയ രീതിയിലൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ ഈ ഒരു അവസരം ഒരുക്കുന്നതാണ്. സോ എല്ലാവരും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരിലേക്ക് എത്തിക്കുക. കൂടുതൽ പേർക്ക് ഈ ഒരു അവസരം കിട്ടട്ടെ. ഒരു വീട്ടിൽ ഒരു നോഡ് വാലിഡേറ്റർ എങ്കിലും ഉണ്ടാവട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു.